നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2023 ഡിസംബർ മാസത്തിൽ സൂര്യൻ വൃശ്ചികം ധനു രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തൃക്കേട്ട, പൂരം, പൂരാടം എന്നീ ഞാറ്റുവേലകളാണ് ഈ ഡിസംബർ മാസത്തിൽ വരുന്നത്. ശനി കുംഭം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം വക്രഗതിയിൽ അശ്വതി നക്ഷത്രത്തിലാണ്. രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ ചിത്തിരയിലുമായി സഞ്ചരിക്കുന്നു. ഡിസംബർ 17-ാം തീയതി മുതൽ ബുധന് മൗഢ്യം തുടങ്ങുന്നു. ഈ ഗ്രഹനില പ്രകാരം ചില നാളുകാർക്ക് ഭാഗ്യസമ്മാനങ്ങൾ തേടിയെത്തുന്ന മാസമാണ് ഡിസംബർ. ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനയോഗ നേട്ടങ്ങൾ കൈവരും. ലോട്ടറി വിജയം പോലും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പൊതുഫലത്താലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്വന്തം ജാതകം പരിശോധിച്ച് വിധിപ്രകാരം ദശാപഹാരകാല ദോഷപരിഹാരങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ഈ ഡിസംബറിൽ ലോട്ടറി ഭാഗ്യം കൈവരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചെലവൽപ്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികപരമായി ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണിത്. ഇവർക്ക് നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഈ സമയത്ത് വളരെയധികമാണ്. അപ്രതീക്ഷിതമായി ധാരാളം ധനവരവ് ഇവർക്ക് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സമ്മാനങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. ഇവർക്ക് ഈ മാസം പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകും. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെല്ലാം അടുത്തു വരാനുള്ള സാധ്യത വളരെയേറെയാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇവരുടെ 9-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കും. പ്രതീക്ഷിക്കാത്ത ചില പുരസ്കാരങ്ങൾ പോലും ഇവരെ തേടിയെത്തും. കൂടാതെ ഇവർക്ക് സ്വന്തം പ്രവർത്തന മേഖലയിൽ വളരെയധികം ശോഭിക്കാനാകും. അപ്രതീക്ഷിതമായി ഇവരുടെ കൈകളിൽ ധനം വന്നു ചേരും. നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയുള്ള ഒരു മാസം തന്നെയാണിത്. പ്രധാനമായും ഇവർക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച കൈവരുന്ന സമയം തന്നെയാണിത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യനും കുജനും 3-ാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മഗുണം വന്നു ചേരുന്ന ഒരു സമയമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാം പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് മത്സരങ്ങളിലെല്ലാം വിജയിക്കാനാകും. ഇവർക്കും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ഥാനക്കയറ്റത്തിന് സാധ്യത വളരെയേറെയാണ്. കൂടാതെ ശുക്രൻ ജന്മരാശിയിലും 2-ാം രാശിയിലും സഞ്ചരിക്കയാൽ ആഡംബര സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം തന്നെ ഈ സമയത്ത് ഇവർക്ക് കൈവരുന്നതായിരിക്കും. പാരിതോഷികങ്ങളും ധനലബ്ധിയും ഇവർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ചെലവും ആരോഗ്യകാര്യങ്ങളും അല്പം ശ്രദ്ധിക്കുക. പുണർദ നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യം അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിക്കാതെ ധനയോഗം പല വഴികളിലൂടെയും കൈവരുന്ന ഒരു മാസമാണിത്. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധനം വന്നെത്തും. ഇവർക്ക് നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ചിലവുകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചതയൻ നക്ഷത്രക്കാരുടെ 10-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് അനുകൂല സമയമാണ്. രാഷ്ട്രീയം, സംഘടനാ പ്രവർത്തനം എന്നിവയിൽ ഇവർക്ക് ഇത് ഭാഗ്യകാലമായിരിക്കും. ഇവരുടെ പദവികൾ ഉയർന്നു വരും. നറുക്കെടുപ്പ്, ഭാഗ്യസമ്മാനങ്ങൾ എന്നിവ കരസ്ഥമാക്കാൻ ഇവർക്കും യോഗമുണ്ട്. എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷമായിരിക്കും ഭാഗ്യം ഇവരെ തേടി വരിക എന്ന കാര്യവും ഓർത്തിരിക്കുക. പൂരാട നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ്റെ 11-ാം ഭാവത്തിലെ സ്ഥിതി വളരെയധികം അനുകൂലമാണ്. ജീവിതത്തിൽ ഈ സമയം ചില സൗഭാഗ്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവർക്ക് സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. ചില അംഗീകാരങ്ങൾ വന്നു ചേരും. ധനപരമായും വളരെയേറെ ഉയർച്ച കൈവരുന്ന ഒരു സമയമാണിത്. ധാരാളം സമ്മാനങ്ങൾ ഇവരെ തേടിയെത്തും. ജീവിതത്തിൽ പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് സാമ്പത്തിക ഉയർച്ച നേടാനാകും.
ഇവർക്ക് ഈ സമയത്ത് നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കാനും സമ്പത്ത് കൈവരാനും സാധ്യത ഏറെയാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് വളരെയധികം ഉന്നതി ലഭിക്കും. വസ്തുതർക്കങ്ങൾക്ക് പരിഹാരമാകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷമതകളെല്ലാം മാറുന്നതായിരിക്കും. ഇവർക്ക് ഈ മാസം ധനപരമായി ഉയർച്ച കൈവരുന്ന സമയമാണ്. നറുക്കെടുപ്പിൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും. പല കാര്യങ്ങളിലും ഇവരുടെ ശ്രമങ്ങൾ വിജയം കാണും. ഇവർക്ക് പല യാത്രകളിലൂടെയും ധനം വന്നു ചേരാനുള്ള സാധ്യത വളരെയേറെയാണ്. ചിലവുകൾ അല്പമൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.